ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോയപ്പം ചാളയാണ് കിട്ടിയത്. കണ്ടപ്പോൾ നല്ല വലിയ ചാളയായിരുന്നു. വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും തോന്നിയപ്പോൾ അത് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയ സമയത്ത് കുറേ മുട്ടകളുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പനിഞ്ഞിൽ എന്നൊക്കെയാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളിത് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ടേ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു 5 കഷ്ണം വൃത്തിയാക്കിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ചെറിയ 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 വൃത്തിയാക്കിയ ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 5 കുടംപുളി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതും കൂടി ഇതിനകത്ത് ചേർത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ മസാലപ്പൊടികൾ ഇടുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ചധികം ചൂടുവെള്ളം തന്നെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്, പച്ചവെള്ളമല്ല. അപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് ഈ ഒരു ലൂസ് ആ ഒരു രീതിയിൽ എടുത്തിട്ട് നമുക്കതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നമുക്കിനി നന്നായിട്ട് മൂടി വെച്ച് അടച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചേർത്തുവെങ്കിലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ മീനിൻ്റെ ആ മുട്ടയില്ലേ, അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഒരു തവ വെച്ചിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ മീനിൻ്റെ ആ ഒരു പരിഞ്ഞിൽ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കൊരു തേങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 6 ചെറിയ ഉള്ളി, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഉപ്പ്, വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് വേകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. നമ്മുടെ മീൻ കറി ഏതവസ്ഥയിലെത്തിയെന്ന് നോക്കാം. അപ്പോൾ ദാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തവി ഇടാതെ നമുക്ക് ഈ ചട്ടി തന്നെ എടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വെക്കാം. തവിയിട്ട് മീനൊന്നും പൊടിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. നല്ല ടേസ്റ്റി ആണെന്ന് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീനിൻ്റെ മുട്ടയും അതിനോടൊപ്പം തന്നെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇത്തിരി കൂടി ഒന്ന് പറ്റി വരാനായിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറ്റിയതിന് ശേഷം നമുക്കൊരു കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിത് വാങ്ങി വെക്കാം. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഈ മീനിങ്ങനെ വാങ്ങുമ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പറയാനറിയാൻ വയ്യാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നന്നായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.